കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ഉപദേശത്തിൻ്റെ കഥയായാലോ? കഥയുടെ പേര് ഉപദേശമോ ഭക്ഷണമോ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ഒരു ശിഷ്യനോട് ഒരു യാചകനെ ഉപദേശിക്കാൻ പറഞ്ഞു വിട്ടു. അയാൾ ആത്മാർത്ഥമായി ഉപദേശിച്ചു. എങ്കിലും യാചകൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സ് മറ്റെന്തിനോ വേണ്ടി ഉഴലുകയായിരുന്നു. ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, അയാൾ എൻ്റെ ഉപദേശം കേൾക്കുന്നു പോലുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധൻ മറ്റൊരു ശിഷ്യനെ വിളിച്ചു അടുക്കളയിൽ കൊണ്ടുപോയി യാചകന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ആദ്യത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അയാളെ ഉപദേശിച്ചില്ലല്ലോ. ബുദ്ധൻ, അയാൾക്ക് ഇപ്പോൾ ഉപദേശമല്ല വേണ്ടത്, ഭക്ഷണമാണ്. ഞാൻ നാളെ അയാളെ ഉപദേശിച്ചുകൊള്ളാം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.